ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ബ്രൈഡ് അമീന. അമീനയുടെ മെഹന്തിയുടെ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത്. ആളുടെ സ്കിന്ന് വന്നിട്ട് കുറച്ചൊരു ഡസ്കി സ്കിൻ ടോണാണ്. പക്ഷേ എനിക്ക് ഡസ്കി സ്കിൻ ടോണിൽ ആക്ച്വലി മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ഫേസിൽ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഡസ്കി സ്കിന്നിൽ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. ഓക്കെ, നമ്മൾ ബ്രൈഡ് വന്നു, നമ്മൾ ലെൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. കുറച്ച് ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് നമ്മളെപ്പോഴും ബ്രൗൺ ഷെയ്ഡ്സിൽ വരുന്ന ലെൻസ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ചും കൂടെ അവർക്ക് മാച്ച് ആവുക അങ്ങനത്തെ ലെൻസുകളാണ്, ബ്രൗൺ ഷെയ്ഡ്സിൽ വരുന്ന ലെൻസുകളാണ് കേട്ടോ. അപ്പം ആളുടെ മെഹന്തിക്ക് ആൾ നമ്മുടെ അടുത്ത് റെഡിയാകാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വെഡ്ഡിങ്ങിന് നമ്മൾ ആളുടെ വീട്ടിൽ പോയിട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഐബ്രോ ചെയ്യാണ്. ഐബ്രോ വന്നിട്ട് വെറ്റ് n വൈൽഡിൻ്റെ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തീരെ ഐബ്രോസ് ഇല്ലാത്തവർക്കൊക്കെ ഞാൻ മറ്റേ നമ്മുടെ അനസ്തീഷ്യാൻ്റെ മറ്റേ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ജെൽ ലൈനർ യൂസ് ചെയ്ത് ഐബ്രോ ഐബ്രോ ജെൽ ഓക്കെ ഐബ്രോ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഐബ്രോസൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കണ്ണൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. ആൾക്ക് കണ്ണിൻ്റെ അവിടെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. കണ്ണിൻ്റെ ചുറ്റും നല്ല കറുപ്പുണ്ട്. അതുപോലെ മൗത്തിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നല്ല കറുപ്പുണ്ട്. ആൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നല്ല ഫേസിൽ നല്ല ഡിസ്കളറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആളുടെ ഫേസ് വന്നിട്ട്. പിന്നെ ഇതൊരു ഡാർക്ക് കളർ കൺസീലറാണ്. ഇത് ആക്ച്വലി ഫോറെവർ 52ൻ്റെ കൺസീലറാണ് കേട്ടോ. അത് ഞാനൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ടാർട്ടിൻ്റെ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ കുറച്ചൊരു ഒന്നെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിൻ്റെ സെയിം കളറ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റാണ് നമ്മൾ കണ്ണിൽ നോർമലി കൺസീൽ ചെയ്ത് കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ നല്ല ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പൊടിക്കൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ടോപ്പിലൊന്നുകൂടെ കൺസീൽ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നാലേ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് എടുത്ത് നിൽക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ ഞാനത് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹുദേൻ്റെ പൗഡർ വെച്ചിട്ടാണ്, ഹുദേൻ്റെ പൗഡറല്ല, മാക്കിൻ്റെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്പർ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല, കാരണം അത് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനത് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു പിങ്ക് കളർ ഔട്ട്ഫിറ്റായിരുന്നു ആളുടേത്. നമ്മൾ ഈ കുറച്ച് ഡസ്കി സ്കിൻ ടോണിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് നമ്മൾ ഓവർ ലൈറ്റ് കളേഴ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം ഐ മേക്കപ്പിലാണെങ്കിലും തീരെ ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പോയാൽ ഭയങ്കരമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നേരിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. സോ നമ്മൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ്സുകൾ എപ്പോഴും അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് കളേഴ്സ് കൊടുക്കാതിരിക്കുക. ഭയങ്കര മിനിമലായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മളങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ടും എനിക്ക് ഡസ്കി സ്കിൻ ടോൺ മേക്കപ്പിൻ്റെ ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവരും കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. ലൈക്ക് മറ്റേ എന്താ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യാതെ ഭയങ്കര മിനിമലായിട്ട് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ലാഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. യൂറോ പാരസിൻ്റെ 54 ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഐയിൽ ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലിറ്റേഴ്സ് വന്നിട്ട് ടീ സോളോൻ്റെ ഗ്ലിറ്റേഴ്സാണ് കേട്ടോ. അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിങ്ക് പോലെ വരുന്ന ഷെയ്ഡ് ഉണ്ട്, അതുപോലെ ഗോൾഡൻ ഉണ്ട്, സിൽവറൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക ഗ്ലിറ്ററാണ് അത്, ടീ സോളോൻ്റെ. ഞാനത് പർച്ചേസ് ചെയ്തിട്ട് മേക്കിഡ മിഡാസിൽ നിന്നാണ്, കൊച്ചിയിൽ. ഓക്കെ, പിന്നെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫേസ് മേക്കപ്പ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തത് മോയ്സ്ചറൈസറാണ്. ആളുടെ സ്കിന്ന് വന്നിട്ട് കുറച്ചൊരു ഡ്രൈ കോമ്പിനേഷൻ, കുറച്ചൊരു ഫ്ലേക്കി ആയിട്ട് ഇരിക്കുന്ന സ്കിന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എംബ്രയോൾസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. എംബ്രയോൾസിൻ്റെ മോയ്സ്ചറൈസർ വന്നിട്ട് ഡ്രൈ സ്കിന്നിന് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഭയങ്കര ഒരു ഫ്ലേക്കൊക്കെ ആയിട്ടിരിക്കുന്ന സ്കിന്നുകളുണ്ടല്ലോ, നമുക്കിങ്ങനെ പൊളിഞ്ഞു വരണ മാതിരി ഭയങ്കര മുരുമുരാന്നൊക്കെ ഇരിക്കുന്നത്, അങ്ങനത്തെ സ്കിന്നിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര സോഫ്റ്റാണ്. അത് ഇങ്ങനെ ഭയങ്കര ഒരു ഫിനിഷിംഗാണ് ആക്ച്വലി വരുന്നത്. സോ എംബ്രയോൾസിൻ്റെ മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്കത് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാം. ബ്രൈഡ്സിന് മാത്രമല്ല നമുക്കും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസറായിട്ട്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് തണുപ്പ് സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവും. അപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്കിൻ കെയറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബൊട്ടോക്സിൻ്റെ പ്രൈമറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബൊട്ടോക്സിൻ്റെ പ്രൈമർ വന്നിട്ട് അനീസൺ സാരിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ കുറേ ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തു. അതൊക്കെ കൺസീലർ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ട്ടോ യൂസ് ചെയ്യുക. ടാർട്ടും ഫോറെവർ 52 കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അതുപോലെ അതിനകത്ത് ഡാർക്ക് കളറിൽ ഒരു കറക്ടർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കോണ്ടോർ ചെയ്യാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡാർക്ക് കളറുണ്ട്. അതും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ ഞാൻ വന്നിട്ട് ടു ഫേസിൻ്റെ ഫൗണ്ടേഷനും ഹുദേൻ്റെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഷെയ്ഡ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രഷ് വന്നിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നല്ലൊരു ബ്രഷാണ് കേട്ടോ. നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മുടെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. ആംഗിൾഡ് ഫൗണ്ടേഷൻ ബ്രഷ്. അങ്ങനെ നമ്മൾ ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. പിന്നെ ആളുടെ ഫേസ് ഓൾറെഡി ഡ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ നമ്മൾ ഭയങ്കരമായിട്ടൊന്നും പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് ആക്ച്വലി ഒരു ഡ്യൂവി കൈൻഡ് ഓഫ് മേക്കപ്പാണ്. ഗ്ലാസ് ഡ്യൂവി മേക്കപ്പൊക്കെ. അതിന് നമ്മൾ ഒത്തിരി പൗഡർ ഇടാൻ പോയാൽ അത് മാറ്റ് ലുക്കിലേക്ക് വരും. സോ നമ്മളതിൽ പൗഡർ മാക്സിമം കുറച്ച്, അതുപോലെ പൗഡർ പ്രോഡക്ട്സുകൾ കുറച്ചിട്ട് ക്രീം പ്രോഡക്ട്സുകൾ അപ്ലൈ ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡ്യൂവി ലുക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഫേസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ചില സ്കിന്നിൽ നമ്മൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പറ്റും. ഭയങ്കര ഗ്ലോയും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണെന്ന് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ചില ഫേസുകളുണ്ട്. ചിലരുടെ ഫേസ് നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഫീൽ ആവത്തില്ല. ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ ഡ്രൈ ആയി വരും. അല്ലെങ്കിൽ കുറച്ചുകൂടി പൗഡർ എഫക്റ്റ് പോലെ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ മീൻസ് നമ്മൾ ഫുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് ആണല്ലോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഹൈലൈറ്റിംഗ് പോയിന്റുകൾ, അതായത് നമ്മുടെ ടീ സോണിലും അതുപോലെ ചിന്നിലും ചീക്കിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒരു ഒറ്റ ഷെയ്ഡ് ലൈറ്റിൽ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൺസീലർ എന്നല്ല പറയുക, അതിന് ഹൈലൈറ്റിംഗ് എന്നാണ് പറയുക. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. പൗഡർ പ്രോഡക്ട്സുകൾ നമ്മൾ ഇടുന്നതിന് മുന്നേ ക്രീം പ്രോഡക്ട്സുകൾ ഇടാനുള്ളതെല്ലാം ഇട്ട് തീർത്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൈക്ക് നമ്മൾ പൗഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലഷ് ഒന്നും ഇടാൻ നിൽക്കരുത്. അപ്പോൾ അതൊക്കെ ഉരുണ്ട് വരും, മേക്കപ്പ് അത് ഫ്ലോപ്പായി പോവും. സോ നമ്മൾ ക്രീം പ്രോഡക്റ്റുകളെല്ലാം ഇട്ടിട്ട് അതിനുശേഷം മാത്രം പൗഡർ പ്രോഡക്ട്സുകൾ ഇടുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാക്കിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണ്ടർ ഐയിൽ നിന്ന് കൺസീൽ ചെയ്തെടുത്ത് ലൈൻസ് വരുന്നുണ്ടായിരുന്നു. സോ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും സ്മൈൽ ലൈൻസും റിങ്കിൾസും ഭയങ്കരമായിട്ട് സ്മൈൽ ലൈൻസും കണ്ണിൻ്റെ താഴെയൊക്കെ ലൈനായിട്ട് വരുന്നവർക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും വരും കേട്ടോ. നമ്മളപ്പം അവർക്കൊരു സ്പഞ്ച് കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ അത് വെച്ച് ഡാബ് ചെയ്യാനാണ് പറയാറ് കേട്ടോ. അത് നമുക്ക് മാക്സിമം നമ്മളവിടെ പ്രോഡക്റ്റ് കുറവ് യൂസ് ചെയ്തിട്ട് പൗഡർ സെറ്റ് ചെയ്താണ് വിടാറ്. പക്ഷേ എന്നാലും ആ സംഭവം വരും. സോ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഓൾറെഡി അവിടെ ഒരു മടക്കായിട്ട് തന്നെ ഇരിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഈ ബ്രൈഡിന് വന്നിട്ട് അവിടെ ഓൾറെഡി ഒരു മടക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാമെന്ന്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത് കേട്ടോ. ചിരിക്കുമ്പോൾ പക്ഷേ അത് വീണ്ടും വരും കേട്ടോ. പിന്നെ നമ്മൾ ലിപ്പിലേക്ക് വന്ന് ലിപ്പിൽ നമ്മൾ കുറേ കളർ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ കളറാക്കിയെടുത്തത്. എനിക്ക് ലൈക്ക് കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ, അതായത് ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് കുറച്ച് ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് ഭംഗിയെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ ബ്രൈഡിനോട് ചോദിക്കും നിങ്ങൾ ഏത് കളർ ലിപ്സ്റ്റിക്സാണ് നോർമലി യൂസ് ചെയ്യാറ്, എങ്ങനത്തെ വേണം എന്നൊക്കെ. അപ്പോൾ അവർ ഡാർക്ക് വേണം എന്നാണ് പറയാറ്. സോ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കൊടുക്കുക. ഞാനത് കയ്യിലൊക്കെ സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ടാണ് അവർക്ക് ഫേസിലേക്ക് ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലിപ്സ്റ്റിക്ക് വന്നിട്ട് സെഫോറേൻ്റെ ലിപ്സ്റ്റിക്കും സെഫോറേൻ്റെ 2-3 ഷെയ്ഡ് മിക്സ് ചെയ്താക്കിയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിന്നെ കാജൽ വന്നിട്ട് PS-ൻ്റെ കാജൽ കണ്ണിൻ്റെ അടിയിൽ ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുകളിൽ യൂസ് ചെയ്ത അതേ ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാൻ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് P. ലൂയിസിൻ്റെ പാലറ്റും അതുപോലെ നമ്മുടെ ഹുദേൻ്റെ നോട്ടി പാലറ്റുമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ PACൻ്റെ കാജലല്ല ഐ ജെല്ല് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വാലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈലൈറ്റിംഗ് ആണ്. ഇത് നമ്മുടെ PS-ൻ്റെ ഹൈലൈറ്ററാണ്. അത് വെച്ചിട്ട് ഹൈലൈറ്റിംഗ് പോയിൻറ്റുകളെല്ലാം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി ഡസ്കി സ്കിൻ ടോണ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റിംഗ് പോയിന്റുകളൊക്കെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ്. PS-ൻ്റെ ഹൈലൈറ്റർ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന മിക്കവരുടെയും കയ്യിൽ ഒരു 90% ആൾക്കാരുടെയും കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് റോ സിൽക്കാണ്. റോസ് അല്ല, റോയാണ്. RAW. റോസ് സിൽക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. റോസ് അല്ല, റോ സിൽക്ക് എന്നാണ്. RAW ആണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്പ്രേയും അടിച്ചു കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇത് വന്നിട്ട് PS-ൻ്റെ മൈക്രോ ഫിനിഷ് ആണ് കേട്ടോ. പിന്നെ നമ്മളൊന്ന് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഹെയർ ചെയ്യുക, ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുക, ഷോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇതാണ് ഫേസ് വന്നിട്ട്, ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് വന്നിട്ട്. ഹെയർ നമ്മൾ ചെറിയൊരു എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പിന്നി കൊടുത്ത് ബാക്കിൽ, എന്നിട്ട് ആൾക്ക് ഓൾറെഡി നല്ല ഹെയർ ഉണ്ടായിരുന്നു. സോ സൈഡ് പാർട്ടീഷൻ കൊടുത്ത് ചെറുതായിട്ടൊന്ന് പിന്നി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ വന്നിട്ട് കമ്മലും മാലയും ഒക്കെ തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മാല വെച്ചിട്ട് നമ്മളത് പെയർ ചെയ്ത് കൊടുക്കായിരുന്നു. മാല ആക്ച്വലി ഇല്ലായിരുന്നു ഈ കമ്മലിന് ചേരുന്നത്. അപ്പം ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ആളുടെ ഫോട്ടോസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ ബൈ.